നമസ്കാരം. ഗൾഫ് വാർത്തകൾ. സംഘടിതമായി ഭിക്ഷാടനം നടത്തിയ 41 പേരെ ദുബായ് പോലീസ് അറസ്റ്റ് ചെയ്തു. യുഎഇയിൽ വിസിറ്റ് വിസയിലെത്തിയ ഇവർ ഒരു ഹോട്ടലിൽ താമസിച്ച് ഇവിടം കേന്ദ്രമാക്കിയാണ് ഭിക്ഷാടനം നടത്തിയത്. രാജ്യത്ത് ചൂട് ഉയർന്നു തുടങ്ങിയതോടെ നട്ടുച്ച നേരത്തെ ഇരുചക്ര വാഹന ഡെലിവറി സേവനങ്ങൾക്ക് വിലക്കേർപ്പെടുത്തി ഖത്തർ തൊഴിൽ മന്ത്രാലയം. രാവിലെ 10 മുതൽ ഉച്ചകഴിഞ്ഞ് 3:30 വരെയാണ് മോട്ടോർ ബൈക്ക് ഡെലിവറിക്ക് നിയന്ത്രണം. ഒമാൻ പ്രവാസികൾക്ക് ആശ്വാസമായി പുതിയ വിമാന ടിക്കറ്റ് നിരക്കുകൾ. കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വിമാന ടിക്കറ്റ് നിരക്കുകൾ പകുതിയായി കുറഞ്ഞിരിക്കുകയാണ്. ബഹ്റൈൻ വിമാനത്താവളം വഴി കഞ്ചാവ് കടത്താൻ ശ്രമിച്ച 3 പേർ പിടിയിലായി. ഇവർ ഏഷ്യൻ വംശജരാണ്. 10 കിലോയിലധികം കഞ്ചാവാണ് പിടികൂടിയത്. സൗദിയിലെ കിഴക്കൻ പ്രവിശ്യയായ ജുബൈലിൽ വൈദ്യുതാഘാതമേറ്റ് പ്രവാസി ഇന്ത്യക്കാരൻ മരിച്ചു. തമിഴ്നാട് സ്വദേശിയായ രാജമുരുകൻ പക്കിരിസ്വാമിയാണ് മരിച്ചത്. യുഎഇയിൽ സംസം വെള്ളമെന്ന വ്യാജേനെ പൈപ്പ് വെള്ളം വിറ്റയാളെ പിടികൂടി. ഷാർജയിലെ താമസ സ്ഥലമാണ് ഈ ആവശ്യത്തിനായി ഉപയോഗിച്ചിരുന്നത്. രാജ്യത്ത് വേനൽ ചൂട് കനക്കുന്നതിനിടെ വരും ദിവസങ്ങളിൽ കാറ്റും പൊടിയും ശക്തമാകുമെന്ന മുന്നറിയിപ്പുമായി ഖത്തർ കാലാവസ്ഥാ വിഭാഗം വെള്ളിയാഴ്ച മുതൽ ഖത്തറിലുടനീളം ശക്തമായ വടക്കു പടിഞ്ഞാറൻ കാറ്റ് വീശുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അജ്മാനും റാസൽ ഖൈമയും പൊതുമേഖലയിൽ 4 ദിവസത്തെ ബലിപ്പെരുന്നാൾ അവധി പ്രഖ്യാപിച്ചു. ജൂൺ 5 മുതൽ 8 വരെയാണ് അവധി. സിഐഡി വേഷം ധരിച്ച് നഗരത്തിലെത്തിയ ഒരു വ്യാപാര സ്ഥാപനത്തിൽ കയറി മോഷണം നടത്തിയ 6 അംഗ സംഘത്തിന് 3 വർഷം തടവും 14 ലക്ഷം ദർഹത്തിലേറെ പിഴയും വിധിച്ചു. പ്രവാസി യുവാവ് സൗദിയിൽ ആത്മഹത്യ ചെയ്തു. കർണാടക സ്വദേശിയായ ദത്താത്രേയയാണ് മരിച്ചത്.